ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ നിർണായകമായ ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. എസ് പിമാരായ ശശിധരൻ, ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. 2019 2025 ഇടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിദേശ യാത്രകളും ഇതിൽ പരിശോധിക്കുന്നുണ്ട്. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തനാണ് ഈ വാർത്ത ആദ്യം മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓരോ ചലനങ്ങളും തുടർ നീക്കങ്ങളും. അനന്തൻ, കോടതി തന്നെ സംശയം സുഭാഷ് കപൂറിലൂടെ ഉന്നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ബന്ധം, അതായത് വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന്, അമൂല്യ വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് മറ്റാർക്കെങ്കിലും ഈ കോടികൾക്ക് വേണ്ടി വിറ്റോ എന്നുള്ളത് സംശയിക്കുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ വിദേശ യാത്രകൾ കൂടി പരിശോധിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടോ? അത് സംശയമല്ല അറിയാം. കാരണം കോടതി അങ്ങനൊരു കാര്യം ആ ഉത്തരവിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് സംബന്ധിച്ച് ഇത്രയും ദിവസത്തെ അന്വേഷണത്തിനിടയിൽ SIT ഒരു ഇൻപുട്ട് കൃത്യമായി കോടതിക്ക് കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ നേരത്തെ തന്നെ ഇതിനകത്ത് ആദ്യമുണ്ടായിരുന്ന സംശയം ഈ ശബരിമലയിലെ ഒരു ഉരുപ്പടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഭക്തിയുടെ മാർക്കറ്റിൽ വിൽക്കാനാണ് എന്നുള്ളതായിരുന്നു ആദ്യമുള്ള ബോധ്യം. പക്ഷേ അതിന് തെളിവുകൾ ആദ്യം ദേവസ്വം വിജിലൻസിനെ കണ്ടെത്താനൊന്നും പറ്റിയിട്ടില്ല. പിന്നീട് ഇത് പങ്കജ് ഭണ്ഡാരി ഉരുക്കിയെന്ന് പറയുകയും ഗോവർദ്ധൻ അത് വാങ്ങിക്കുകയെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത് എന്നുള്ളത് ഏകദേശം കഴിഞ്ഞ തവണ വന്ന കോടതിയുടെ ഉത്തരവോട് കൂടി വ്യക്തമാണ്. അപ്പോൾ ഹൈദരാബാദിൽ എത്തിച്ചതിൻ്റെ റിപ്ലിക്ക എടുത്ത ശേഷം ഒറിജിനൽ സാധനം ഒരു ഇതുപോലുള്ള ആൻറ്റിക് സാധനങ്ങൾ കള്ളക്കടത്ത് നടത്തുന്ന സംഘത്തിന് കൈമാറി, അല്ലെങ്കിൽ ഏതെങ്കിലും റിച്ചായിട്ടുള്ള ആൾക്കാർക്ക് കൈമാറി എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘവും ഉള്ളത്. അത് സംബന്ധിച്ചുള്ള ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുഭാഷ് കപൂർ എന്നുള്ള പേര് ഒരു പക്ഷേ അയാളാകണമെന്നില്ല, അതേ മോഡസ് ഓപ്പറാൻഡിയിൽ വർക്ക് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു ഗ്യാങ് ആയിരിക്കും എന്നുള്ള സൂചനയാണ് കോടതി നൽകുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വിവരമുണ്ട് എന്ന് നാട്ടുകാരെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കോടതി ഉത്തരവിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും അതിനകത്ത് അങ്ങനെ ഒരു കാര്യം, ഇന്റർനാഷണൽ കണക്ഷൻ വന്നതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 മുതൽ 2025 വരെ വിദേശ രാജ്യങ്ങളിൽ പോയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ പോകേണ്ട യാതൊരു കാര്യവുമില്ല. അയാൾക്ക് ഏതെങ്കിലും ബിസിനസ്സോ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയൊക്കെ അതെ, പക്ഷേ കിട്ടിയിട്ടുണ്ട്. അയാൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഈജിപ്തിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ അതിന്റെ പാസ്പോർട്ട് അടക്കം സീസ് ചെയ്തുകൊണ്ട് അത് പരിശോധിക്കുകയാണ്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ് പോയത്, ഇനിയിപ്പോൾ ഇതുപോലുള്ള ആന്റിക് സംഘങ്ങളുടെ കൂടെയാണോ? ഈ സമയം 2019 ആ സമയമൊക്കെ വെച്ച് നോക്കുമായിരിക്കും. അതെ, അതെല്ലാം വെച്ചിട്ട് അതിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രതികളാണ് ഈ കേസിൽ ചോദ്യം ചെയ്യുന്നത്. മുരാരി ബാബു, സുധീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇവരിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡാണ്. അതായത് 3 ദേവസ്വം ബോർഡ് ഉന്നത ആൾക്കാർ, 2 മുൻ അധ്യക്ഷന്മാരും ഇപ്പോഴത്തെ അധ്യക്ഷനും ചോദ്യമുനയിൽ അല്ലെങ്കിൽ സംശയ നിഴലിലാണ്. അപ്പോൾ അവരിലേക്കുള്ള ആ പാത വെട്ടിത്തുറക്കുകയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെ 2 SP മാരും വന്ന് ഇവരെ പ്രത്യേകം ചോദ്യം ചെയ്തു. അതിനുശേഷം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് H വെങ്കടേഷുമായി ഇവർ ആശയവിനിമയം നടത്തി. അതിനുശേഷം വീണ്ടും ഈ 2 SP മാരും അവിടെ എത്തുകയും ഈ ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യുകയുമാണ്. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള കൃത്യമായ സൂചനയാണ് SITയുടെ ഓഫീസിൽ നിന്നുള്ളത്. ഇനിയിപ്പോൾ ഈ കൊള്ള ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളതും SITക്ക് മനസ്സിലായി. മുതൽ എവിടെയാണ് എന്നുള്ള കണ്ടെത്തണം. ആ വഴിയിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപ് ഇതിൽ ഈ എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാരെല്ലാം കിട്ടി. അവർക്ക് നിർദ്ദേശം കൊടുത്ത ആൾക്കാരിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിന് മുകളിലുള്ളവരിലേക്ക് ഇവരിലൂടെ ഈ അടുത്ത സ്റ്റേജിലൂടെ കടക്കാൻ പറ്റുമെന്നാണ് SIT വിചാരിക്കുന്നത്. ഏതായാലും നല്ല ട്രാക്കിൽ തന്നെയാണ് അന്വേഷണം. അതായത് പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ ട്രാക്കിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക്, അതായത് നമ്മൾ ബിഗ് ബോസ്മാർ ഈ എക്സിക്യൂട്ട് ചെയ്ത ആളുകളെ കിട്ടി. ഇനി ഇതിനൊക്കെ നിർദ്ദേശം കൊടുത്ത, ഇതിനൊക്കെ തലപ്പത്തുണ്ടായിരുന്ന ആളുകളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്.